കഴുകിയിടണമേ കറകളെയെല്ലാം തിരുസോപ്പായാൽ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക മോദം ശോഭനമാകും ശാശ്വത കേകേ. മാതാവു യാചിക്കും പരിശുദ്ധന്മാരും നാദാ പുണ്യം നൽകുന്നും മരിച്ചോർക്കും. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ വൻകൃപയാൽ നമുക്ക് വീണ്ടും കൃപ നൗഹ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും വഴിനടത്തുന്നതുമായ അഖിലാണ്ടത്തിൻ്റെ അധികാരി നമ്മുടെ രക്ഷിതാവുമായ കർത്താവിൻ്റെ ജീവന്റെ വചനം പങ്കുവയ്ക്കുവാൻ, അത് ശ്രവിക്കുന്ന ഏവർക്കും നമ്മളെ ശ്രദ്ധിക്കുന്ന സർവശക്തനായ പൊന്നേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ മുന്നോട്ട് യാത്ര തുടരാം. വീണ്ടും ദൈവത്തിന്റെ വൻകൃപയാൽ നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെ വായിച്ചാൽ നമുക്ക് കാണാം. നമുക്കൊന്ന് സഞ്ചരിക്കാം. ആ വരിയിലൂടെ ഒന്ന് ആഴമായി ഒന്ന് സഞ്ചരിക്കാം. നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെ ജ്ഞാനം കണ്ടു. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു. അത് എനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ, എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകൃപയാൽ നാം ശ്രദ്ധിച്ച ആ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതെ, ഹല്ലേലൂയ. അത് എനിക്ക് വലുതായി തോന്നി. ഏത്? ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്നു ഹല്ലേലൂയ, നിരോധിച്ചു. സർവശക്തനായ കർത്താവിന്റെ വൻകൃപയാൽ നമുക്ക് യാത്ര തുടരാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ഒരു നിരോധിച്ച പട്ടണത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാം. അത് നമുക്കൊന്ന് യാത്ര തുടരാം. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരുന്നു. സൈന്യങ്ങളുടെ യഹോവ അത്യത്ഭുതമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു. സോദോം ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, സിയോൻ പുത്രി നിരോധിച്ച പട്ടണം പോലെ.
വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെ. അതെ, കർത്താവിൽ ഏറ്റവും പ്രിയ ശ്രോതാക്കളെ, നാം ഇന്ന് വളരെ ശ്രദ്ധാലുവായി യാത്ര തുടരുകയാണ്. എവിടേക്ക്? സാധു കാത്തിരുന്നു. സാധു ആ പട്ടണത്തെ കാത്തു എന്നാണ് പറഞ്ഞത്. എങ്കിലും സാധുവിനെ ആരും ഓർത്തിരുന്നില്ല എന്ന് നമുക്കവിടെ വായിച്ചു. ഇന്ന് ഈ വഴി ഒത്തിരി ഇടുക്കൊഞ്ഞിരിക്കുമാണ്. സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് ഈ സാധു മനുഷ്യന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സാധു മനുഷ്യൻ പട്ടണത്തിന് വേണ്ടി, നിരോധിച്ച പട്ടണത്തിന് വേണ്ടി നിരോധനം. നാം അറിയാം, നമ്മുടെ കാരുണ്യവാനായ യേശു തമ്പുരാൻ ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ അറിവില്ലാത്ത, ആടുമേയ്ക്കുന്ന, ജ്ഞാനമില്ലാത്ത ആട്ടിടയന്മാരുടെ അടുക്കിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ എന്നാണ് സ്വർഗത്തിലെ ശബ്ദം കേട്ടത്. അത് കേട്ട് ആ മഹാശബ്ദത്തിന്റെ നിഴലിലൂടി നക്ഷത്രത്തെ നോക്കി യാത്ര തുടർന്ന ആട്ടിടയന്മാരെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ഒരു രാജാവ് അവിടെ പാർത്തിരുന്നു. ഹെരോദാവ് രാജാവ്. ആ രാജപട്ടണത്തിലേക്ക് അവർ വഴി നടന്നു. രാജകൊട്ടാരത്തിലല്ലേ കർത്താവ് പിറക്കുന്നത്? എന്നാൽ രാജാവിനോട് ചോദിക്കാൻ പോയതും അവിടെ നക്ഷത്രം അവിടെ നിലച്ചു. അവരോടുകൂടെ രാജകൊട്ടാരത്തിലേക്ക് പോയില്ല എന്ന് സിയോനിലേക്ക് യാത്ര തുടരുന്ന ഏവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ ഇന്നും ആരിലുണ്ടായിരുന്നു? സാധുവായ മനുഷ്യനിലും ഉണ്ടായിരുന്നു. ആയതിനാൽ അവർ വീണ്ടും രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നത് വിവരിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം ഏവർക്കും ഇത് വളരെ അറിഞ്ഞിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരുമാണ്. എന്നാൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുവാറുണ്ട്. എന്നാൽ അവർ വീണ്ടും യാത്ര തുടരുന്നു. കരുണാസമ്പന്നനായ യേശു തമ്പുരാനെ അവർ കണ്ടുമുട്ടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ ഈ സാധു മനുഷ്യനായ ഈ മനുഷ്യൻ ഇതെല്ലാം ഗ്രഹിക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ട് ഈ പാഴുലോകത്തില് ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും എന്ന് ആ സാധു മനുഷ്യൻ അറിഞ്ഞതുപോലെ നമുക്കും ഇന്നും ആ സാധു മനുഷ്യന്റെ ഒരു അംശയായി തീർന്നുകൂടെ? ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, അതെ, ആ സാധു മനുഷ്യൻ പട്ടണം കാത്തു. എന്നാൽ ആ സാധു മനുഷ്യനെ ആരും ഓർത്തിട്ടില്ല. സാധു കുഞ്ഞു ഉപദേശിയും അങ്ങനെ തന്നെ പറയാറുണ്ടല്ലോ. നാം ഏറെ എല്ലാവരും ആ സാധു കൊച്ചുപദേശിയുടെ ചരിത്രം കേട്ടുള്ളവരായിരിക്കും. സാധു കൊച്ചുപദേശി പാടിയ പാട്ട് നാം കേട്ടിട്ടുണ്ട്. കാരണം ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടുകേദിപ്പാൻ. സാധു കൊച്ചുപദേശി പാടിയതല്ലേ ആ പാട്ട്? ഹല്ലേലൂയ. ആരും ഉണ്ടാകില്ല സാധുവിനോടൊപ്പം. കാരണം എന്തെന്നല്ലേ? ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ആലയമായി തീർന്നു. അവൻ ദൈവത്തിന്റെ മകനായി തീർന്നു. അവൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നു. ആട്ടിടയന്മാർ കർത്താവിനെ തേടിപ്പോയതുപോലെ മഹാരാജാതിരാജാവായ പിറന്നവൻ എവിടെ? രാജാതിരാജായവൻ പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന് കണ്ടെത്തിയതായ സാധു മനുഷ്യനെ പോലെ നമുക്കും അവനെ കണ്ടെത്തിയവർ അടങ്ങിയിരിക്കാൻ കഴിയില്ല. കാരണം അതുകൊണ്ടാ യെഹെസ്കേൽ 33:7 പറഞ്ഞത്, ഞാൻ നിന്നെ ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ദേശത്ത് അനർത്ഥം വരുമ്പോൾ അത്
ദൈവത്തിന്റെ ഭക്തന്മാരോട് അറിയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ആ സാധു മനുഷ്യൻ അങ്ങനെ പട്ടണത്തെ കാത്തത് എന്ന് നമുക്ക് അവിടുന്ന് ചിന്തിക്കാം, പഠിക്കാം. നമുക്കും അതുപോലെ അനുഭവിക്കാം. കാലഘട്ടം അതിദൂര യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് സർവശക്തനായ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്ത് പറയുന്നത്, ഹല്ലേലൂയ, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പി. എന്തുകൊണ്ടാണ്? നാം വായിച്ചു, നാം അപരികളിൽ നടന്നു പോയപ്പോൾ സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ആയി തീർന്നിരിക്കുന്നു. അത്യല്പമായ ഒരു ശേഷിപ്പ് അത് തമ്പുരാൻ വെച്ചത്. അത് വെച്ചില്ലായിരുന്നെങ്കിൽ സോദോം പോലെ ആകുമായിരുന്നു എന്നാണ് നമുക്കവിടെ കാണാൻ, നമുക്ക് പഠിക്കാൻ, നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നത്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, 122 സങ്കീർത്തനത്തില് അതിന്റെ 9 തിരുവചനം ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, ഈ ആലയം മുഖേന ഞാൻ നിന്റെ നന്മയെ അന്വേഷിക്കും. ഏതാലയമാ? യെരൂശലേം ദേവാലയത്തെ കുറിച്ച് അവിടെ 1-ാം വാക്യം പറയുന്നു. അതെ, നാം യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിൽക്കകത്ത് നിൽക്കുന്നു. ആ തിരുവചനം ധ്യാനിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം. ഹല്ലേലൂയ. അതിൽ 6 പറയാണ്, യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പരിശുദ്ധമായ സഭയില്, കർത്താവിന്റെ മണവാട്ടി സഭയില് ചേർന്ന് നിൽക്കുന്ന, അവനുമായി പ്രണയിച്ചിരിക്കുന്ന, അവനുമായി ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതേ കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. അതാ നാം പാടിയില്ലേ, എല്ലാ ആഴ്ചയിലും ജീവനുള്ള ആരാധന, ജീവിപ്പിക്കുന്ന ആരാധന, വഴിയാഹാരം തരുന്ന ആരാധന, ശക്തി അവിടെ നിന്ന് പ്രാപിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞാൽ ശാബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അത് യഹോവയുടെ ദിവസത്തില് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ദിവസം. അവിടെ നിന്നാണ് അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ച് ജീവനിലേക്ക് കടക്കുന്നത്. കർത്താവിന്റെ തിരുസിൽ എത്തിച്ചേരും വരെയും അവനോട് ചേർന്ന് നമുക്ക് പോകുവാൻ ഈ ജീവാഹാരം, ഇത് എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാകുന്നു എന്ന് ഇന്നും ഘോഷിച്ച് ജീവനുള്ള ആരാധനയിലൂടെ നാം ജീവൻ പ്രാപിപ്പാൻ ദൈവം നമുക്ക് തന്ന മഹാദിവസമാണല്ലോ വിശുദ്ധമായ ഞായറാഴ്ച. ശാബത്ത് നാടിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ശുദ്ധി തരുന്ന ദിവസം, ബലം തരുന്ന ദിവസം, ആരോഗ്യം തരുന്ന ദിവസം, ശക്തിയും ജ്ഞാനവും തരുന്ന ദിവസം, ഭക്തിയോടെ ജീവിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, ഭക്തനായി തീരുവാൻ ദൈവം നമ്മെ ഒരുക്കുന്ന ദിവസം. ഇതിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതെ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എന്നോട് ആലോചന ചോദിച്ചോളുക. ഇല്ലേ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന് യെശയ്യാപ്രവചനം 30-ാം അധ്യായം 21 നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, നാം ഭയത്തോടെ ഭക്തിയോടെ ഈ കാലഘട്ടത്തിൽ നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ടാണ് ലൂക്കോസ് 13:24 പറഞ്ഞിട്ടുള്ളത്, നാം അതിലൂടെ വായിച്ചു കടന്നു പോകുകയല്ല. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. ആയതിനാൽ ഇന്ന് നാം ഇപ്രകാരം പറയുവാൻ ഉള്ള കാരണം, സമാധാനവും ശാന്തിയും ദൈവം തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയും. നാം അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയുവാൻ എന്നും വിശുദ്ധ ആരാധനയിലെ കൃതജ്ഞയ്ക്ക് പാടുന്നതായ ആ ഗീതമാണല്ലോ നാം പാടി നമ്മുടെ സഭ, പരിശുദ്ധമായ യാക്കോബായ സഭ, സത്യസഭ
അതെ, എന്നും ആരാധന കഴിയുമ്പോൾ കൃതജ്ഞത പാടുന്നത് നമുക്കൊരുമിച്ച് അതൊന്നുകൂടെ പാടാം. കഴുകിയിടണമേ കരകളെയെല്ലാം തിരുസോപ്പായാൽ, ഓർത്തിയിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുക മോദം, ശോഭനമാകും ശാശ്വത മാതാവു യാചിക്കും പരിശുദ്ധന്മാരും നാദാ പുണ്യം നൽകിന്നും മരിച്ചോർക്കും. അതെ, പരിശുദ്ധ സഭ, സത്യസഭ, നാം പുരോഹിത വർഗമാണ് മുമ്പേ. ആകയാൽ അന്ധകാരത്തിലായിരുന്നു നാം. മുമ്പേ നമ്മൾ ആരായിരുന്നു? അന്ധകാരത്തിലായിരുന്നു. ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന്റെ ഇഷ്ടമെന്തെന്ന് ചോദിച്ച് മുന്നേറുവാൻ നാം പ്രാപ്തരാകണം. ആയതിനാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാകുന്ന നാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, അതെ, ആ സാധു മനുഷ്യനെ പോലെ ഇന്നങ്ങുമിങ്ങുമായി അനേക സാധു മനുഷ്യർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എത്രയും പരിശുദ്ധ അമ്മയെ ഇനിയും കരയിപ്പിക്കാതെ, അതെ, നാം സന്തോഷിച്ചുല്ലസിച്ച് ആനന്ദിക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്ത തന്നെ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഹല്ലേലൂയ പാടുന്ന പാട്ട് 19-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിലൂടെ നാം അനേക പ്രാവശ്യം അതിലൂടെ സഞ്ചരിച്ചവരാണ്. കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, സന്തോഷവും സമാധാനവും തരുന്നതായ സ്വർഗീയ അനുഭവം ഈ ലോകം കഷ്ടവും പ്രയാസവും ദുഃഖവും നെരുവിപ്പും അതെ നമ്മെ അലട്ടുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മെ അനുദിനം ശുദ്ധീകരിച്ച് വെടുപ്പാക്കി വെണ്മയാക്കി നിർമ്മലമായ ജലം തെളിച്ച് നിർമ്മലമായ വസ്ത്രം ധരിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തെ നാം കണ്ടുകൊണ്ട് യാത്ര തുടരുവാൻ നമുക്ക് ഒരുങ്ങാം. സഭയിലെ എല്ലാ പ്രതിസന്ധികളെയും കലഹങ്ങളും കേസും വാദവും എല്ലാം നിർത്തിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന് അവന് ചെവി കൊടുപ്പീൻ. ആട്ടിടയന്മാരായിരുന്നെങ്കിലും അവർ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടു. അതെ, സർവ ലോകങ്ങൾക്കും സന്തോഷം തരുന്ന ആ വാർത്ത ആട്ടിടയന്മാർ കേട്ടുവെങ്കിൽ അവന് ചെവി കൊടുപ്പീൻ എന്ന് യോഹന്നാൻ വിളിച്ചു പറയുന്നു. അവന് ചെവി കൊടുപ്പീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. എല്ലാ വഴിയും നിരപ്പായി കൊണ്ടുവരുമ്പോൾ ഈ ലോകത്തിന്റെ റോഡുകളെല്ലാം അതിവീതിയോടുകൂടെ എല്ലാം നടന്നുവെങ്കിലും മനുഷ്യ ഹൃദയത്തിന്റെ കല്ലുകൾ മാറിയിട്ടില്ല എന്ന് ഇന്ന് ലോകം സാധുവിനോട് വിളിച്ചു പറയുക. സാധു അവയെ കേട്ട് വേദനയോടെ കരയുന്നതാണ്. അതാണ് സാധു പട്ടണത്തെ അവിടെ നിന്ന് കാത്തു. എന്നാൽ ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും തൃപ്പാദത്വങ്ങൾ കൂട്ടിവരുത്തുവാൻ പരിശുദ്ധ അമ്മ അതിനാണ് ഇരിച്ചിറവുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അവൾ നശിക്കുന്ന മക്കളെ കണ്ടുകൊണ്ട് അവൾ ഓടി നടന്നു. അതേ, യേശു പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ നിന്റെ മക്കളെ, അതെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായി. ചോദ്യം ആരോടാണ്? ഹല്ലേലൂയ. ആരോട് പറഞ്ഞു? ആര് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു എന്ന് ഈ ലോകത്തിലെ എല്ലാ ജ്ഞാനികൾക്കും, ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്കറിയാം. എന്നാൽ സ്വർഗലോകത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി തരുന്ന പരിശുദ്ധ അമ്മ നൊന്തു നീറുകയാണ്. ആദ്യജാതനെ പ്രസവിക്കും പോലെ, നോവ് പോലെ അവൾ വേദനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോന്റെയും ദാനിയേലിന്റെയും ഞങ്ങളുടെയും ദൈവമേ,
സർവ്വലോഹങ്ങൾക്കുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നെന്ന് മാലാകവെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ആടിയുടെ മാർ ഇറങ്ങി തിരിച്ചതുപോലെ സ്വർഗസിയോനിൽ എത്തിച്ചേരും വരെയും ഞങ്ങൾ യേശുവിൻ്റെ പാത പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം ഇന്നെന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് അതേ ശരീരങ്ങളെ വിശുദ്ധിയുള്ള യാഗമായി അർപ്പിപ്പാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. മുഖത്തും തിരുമേനിക്ക് സകലതും ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ ശ്രവിക്കുന്ന പൊന്നേശൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി. എല്ലാ നന്മകൾക്കായി കോടാനുകോടി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ.